ഹായ് ഹലോ അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു കേട്ടോ. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണാനും കാണുമ്പോൾ ഒന്ന് ലൈക്കും സപ്പോർട്ടും ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ഇപ്പോൾ വീഡിയോ ഇടാനൊക്കെ നല്ല മടിയാണ് കേട്ടോ. വീഡിയോ എന്തെങ്കിലുമൊക്കെ എടുക്കലുള്ളൂ, നല്ല എടുക്കാനൊക്കെ നല്ല മൂടുണ്ടാകുമ്പോഴൊക്കെ ആയിട്ട് എടുക്കുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര മടിയാണ്. വീഡിയോ എടുക്കാനും അത് എഡിറ്റ് ചെയ്ത് വിടാനൊക്കെ നല്ല മടിയാണ്. ആദ്യത്തെ ദിവസം വീഡിയോ ഇട്ടിരുന്നതാണ്. അപ്പം എന്താണെന്ന് അറിയില്ല, ഭയങ്കര മടി കുടുങ്ങിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ കേട്ടോ. പിന്നെ കുറച്ച് കൂട്ടുകാരൊക്കെ എന്നോട് നമ്മൾ വാട്സപ്പിലൊക്കെ ബന്ധപ്പെടുന്ന കൂട്ടുകാരൊക്കെ പറഞ്ഞിരുന്നു വീഡിയോ ദിവസം ഇട്ടുകൊണ്ടെന്നൊക്കെ പറയും. പക്ഷേ വീഡിയോ ഇതാണ് കേട്ടോ, എടുക്കാൻ നല്ല മടിയാണ്. പിന്നെ അതുപോലെ എടുത്ത് വെച്ചാൽ തന്നെ പിന്നെ എഡിറ്റ് ചെയ്യാനും ഇടാനൊക്കെ ആയിട്ട് ഭയങ്കര മടിയാണ്. അപ്പോൾ ദോശക്ക് ഞാൻ ഉഴുന്നും പച്ചരിയും കൂടി മാത്രമാണ് അരച്ച് വെച്ചിരുന്നത്. എന്നാലും ദോശക്കല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അല്ല കട്ടിയിലാണ് ഞാൻ ദോശ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇന്ന് ദോശക്കല്ല് വെച്ചിട്ട് തന്നെ കേട്ടോ ചുട്ടെടുക്കുന്നത്. കുറച്ചിങ്ങനെ ഓയിൽ തടവി കൊടുത്തുകൊണ്ട് ചുട്ടെടുക്കണം. അപ്പോൾ ഈ കല്ലിലുണ്ടാക്കുമ്പോൾ ഒന്നും കൂടി നല്ലതാണ് ദോശക്കല്ലിലാവുമ്പോൾ. ഇതുപോലെ ഓയിലും തടവി കൊടുത്തുകൊണ്ടൊന്ന് മറിച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ മോൾ വശം ഒന്നും കണ്ട് മരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ദോശമാവ് ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ മസാല ദോശ ആക്കിട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നല്ല ചട്നിയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ മസാല ദോശ ആക്കിയിട്ടൊക്കെ കഴിക്കും. അപ്പോൾ ഇന്നിവിടെ നമ്മൾ കട്ടിയിലാണ് ചുട്ടെടുക്കുന്നത്. ഇതുപോലെ ഓരോന്നും ചെറുതാക്കിയിട്ട് കട്ടിയിലാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പൊങ്ങിയിട്ട് വന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല സാരട്ട കഴിക്കാൻ. ഇത് പുളിപ്പൊന്നുമില്ല കേട്ടോ. പുളിപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൈയിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി രാത്രിയിൽ തന്നെ. പിന്നെ ഞാൻ അരക്കുന്ന സമയത്ത് തന്നെ ഉപ്പും കൂടി ചേർത്തിട്ടാണ് അരച്ചേക്കൽ. വേണമെന്നുണ്ടെങ്കിൽ രാവിലെ ഉപ്പിട്ടാലും മതി. അപ്പോൾ ഇതാ ദോശ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളപ്പാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചുട്ടെടുക്കുക. അപ്പോൾ വെള്ളപ്പത്തിന് മാത്രം അരക്കുമ്പോൾ നമ്മൾ ഉഴുന്നൊന്നും ഇടാതെ ഏസ്റ്റ് മാത്രം ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല വെള്ള കളറിൽ കണ്ട് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഉള്ളിൻ തക്കാളിയൊക്കെ വാട്ടിയിട്ട് കുറച്ച് ചട്നിയും കൂടി ഉണ്ടാക്കുകയാണ്. അപ്പോൾ മക്കൾക്ക് ഇവിടെ കറി ഉണ്ട് കേട്ടോ. നേരത്തെ ചെമ്മീൻ്റെ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടിയിട്ട് അവർക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് മതി എന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ ദോശയ്ക്ക് ഈ തക്കാളി ചട്നി ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. തക്കാളി ചമ്മന്തി. അപ്പോൾ ഉള്ളിൻ തക്കാളിയും വറ്റൽമുളകും അതുപോലെ വെളുത്തുള്ളി കറിവേപ്പിലെല്ലാം ചേർത്തൊന്ന് വഴറ്റിയെടുത്ത് കാണുന്നത് അരച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ല രസമാണ്. അതൊരു ചമ്മന്തി ഉണ്ടെങ്കിൽ ദോശയൊക്കെ കിട്ടും. അപ്പോൾ മസാല ദോശ ആണെങ്കിലും എന്താണെങ്കിലും അതിലേക്ക് ഒരു തേങ്ങാ ചട്നിയും ഇതുപോലെ ഒരു തക്കാളി ചട്നിയും ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ എടുക്കാമെന്നുണ്ട്. പിന്നെ വിചാരിച്ച് വീഡിയോ എടുക്കുന്ന ദിവസം ബോരി മുട്ട റോസ്റ്റ് അങ്ങനെയൊക്കെ ആവും. അതുകൊണ്ട് വീഡിയോ എടുക്കണില്ല എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ വെച്ചിട്ടാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയെന്ന് പോലെ ഭൂരി മുട്ട റോസ്റ്റൊക്കെ ഇന്ന് ഉണ്ടാക്കിയെന്ന്. അപ്പോൾ ഓരോ ദിവസം ഓരോന്നാവും. അപ്പോൾ പിന്നെ ചില ദിവസങ്ങളിൽ എന്ത് തന്നെ ഉണ്ടാക്കുകയാണെങ്കിലും ഭയങ്കര മടിയാണ് കേട്ടോ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ നല്ല ഫുഡും വെറൈറ്റി ഒക്കെയാണ് കാരണം ഉണ്ടാക്കുന്നതാണ്. ചില ദിവസങ്ങളിലാണെങ്കിലും ഭയങ്കര മടിയാണ്. അത് കാരണം വീഡിയോ എടുക്കാൻ തോന്നില്ല. പിന്നെ നമ്മളിതാ ഒരു അടുപ്പത്ത് ചോറിന് വെച്ചിട്ടുണ്ട്. വേവില്ലാത്ത ചോറാണ്. അപ്പോൾ കുക്കറിൻ്റെ വിസിലൊന്നും ഇട്ടെടുക്കാതെ അങ്ങനെ ഉണ്ട് മൂടി വെക്കാതെ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ചോറിനിട്ടോ. പിന്നെ ഞാനിതാ സാമ്പാറും കൂടി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പരിപ്പൊക്കെ കുക്കറിൽ വേവിച്ച് കൊടുത്തുകൊണ്ട് ചട്ടിയിൽ മറ്റു പച്ചക്കറിയൊക്കെ ഇട്ട് വേവിച്ചെടുത്തുകൊണ്ട് അയക്കുക. കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ട് വെണ്ടയ്ക്ക് ഒന്ന് വഴറ്റിയെടുത്തുകൊണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലുള്ള താളിപ്പും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. താളിപ്പ് ഒഴിച്ച് കൊടുക്കുന്നതിലാണ് സാമ്പാറിൻ്റെ ഒക്കെ ടേസ്റ്റ് കൂടുക. അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണയിൽ കടുകൊക്കെ പൊട്ടിച്ചുകൊണ്ട് ഈ വെളുത്തുള്ളി ഒന്നും കണ്ട് മൂപ്പിച്ചെടുക്കണം. വെളുത്തുള്ളിയിൽ പിന്നെ അതുപോലെ വറ്റൽമുളക് കറിവേപ്പില കുറച്ച് മല്ലിയില പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് സാമ്പാർ പൊടിയും കായപ്പൊടിയും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ അവിടെ കായപ്പൊടി ഉണ്ടായിരുന്നില്ല. ഇതിന് പകരം സാമ്പാർ പൊടിയും കൂടി എണ്ണയിലൊന്ന് മൂപ്പിച്ചുകൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. കായപ്പൊടി തീർന്നതായിരുന്നു. അപ്പം എന്താ എന്നും കൂടി ഇട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ സാമ്പാർ അപ്പോൾ അടിപൊളിയിട്ടുണ്ട്. നല്ല രസമായിട്ട്. അപ്പോൾ കുറച്ചും കൂടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ തേങ്ങ വറുത്തരച്ചിട്ടും ചെയ്യലുണ്ട്. അപ്പോൾ ഇതുപോലെ സാമ്പാർ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് എൻ്റെ മോനക്കും കാക്കൊക്കെ. പിന്നെ ഒരു മത്തൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു നമ്മൾ സാമ്പാർ വെച്ചതിൻ്റെ ബാക്കി അതെടുത്തുകൊണ്ട് എലിശ്ശേരിയും കൂടി വെക്കുകയാണ്. അപ്പോൾ ഇത് ഇളയ മത്തനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തോലൊന്നും കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് കണ്ട്
കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഇതിന്മേൽ ഒരു ദട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കളഞ്ഞെടുത്തതാണ്. അപ്പോൾ അത് നമ്മളിതിങ്ങനെ ചെറുതാക്കിയിട്ട് ഇങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കുക്കർ പരിപ്പ് വേവിച്ചെടുത്തിട്ടുള്ള കുക്കറാണ്. അപ്പോൾ കുക്കർക്ക് തന്നെ മത്തനെ ഇങ്ങോട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് മൺപയറുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഇട്ടിട്ടാണ് വെക്കൽ. അപ്പം മൺപയറുണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതുപോലെ സാമ്പാറും എരിശ്ശേരി അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു കൂട്ടാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്കൊക്കെ. മീൻ കറിയും അതുപോലെ ചിക്കനും ബീഫും അങ്ങനത്തേനൊക്കെ അടക്കം ഇഷ്ടമായിട്ട് അങ്ങനെ സദ്യ കൂട്ടാൻ അങ്ങനത്തെ ഐറ്റംസുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താ മത്തനിട്ട് കണ്ടേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തുകൊണ്ട് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കട്ടെ. പിന്നെ അതിലേക്കുള്ള തേങ്ങ ഒക്കെ റെഡിയാക്കി എടുക്കാനുള്ളത്. അപ്പോൾ ഇതിലേക്ക് വെള്ളം കുറച്ച് മാത്രമായിട്ട് ഒഴിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു അര ഗ്ലാസിൻ്റെ അടുത്ത് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കുക്കറൊക്കെ അടച്ച് വെച്ചിങ്ങാണ്ട് വെച്ച് കൊടുക്കുകയാണ്. നമ്മളെ തിരുമ്പലും ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. തുടക്കൽ അങ്ങനത്തെ പരിപാടികൾ കഴിഞ്ഞ് കിട്ടുക. കുളിക്കാൻ പോണ സമയത്താണ് കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ വെച്ചത്. ഞാൻ ഇതാ നാളേക്കൊക്കെയുള്ള അരിയും കൂടി വെള്ളത്തിലിടുകയാണ് കേട്ടോ. അപ്പോൾ നാളേക്കൊക്കെ ഇഡ്ഡലി ഉണ്ടാക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉഴുന്നും കൊടുന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പച്ചരിയും ഒരു 1/4 കപ്പോളം ഉഴുന്നും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2 കപ്പ് പച്ചരിയാണ് കേട്ടോ. അതിലേക്ക് ഒരു ടീസ്പൂണോളം ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഡ്ഡലിയൊക്കെ നല്ല ഉഷാറായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഉണ്ടാവും 1 ടീസ്പൂണ് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു 10-11 പ്രാവശ്യം തന്നെ പോലെ കഴുകി എടുത്തിക്കണം. എന്നാലും പിന്നെ ഞാൻ ഒരു ചെറിയൊരു ചുടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് അതും കൂടി കഴുകി എടുത്തിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ വെള്ളം ഒഴിച്ച് വെക്കുന്നത് പിന്നെ ആ വെള്ളം കളയാതെ തന്നെ അങ്ങോട്ട് ഇതിൽ അരച്ചെടുക്കുകയായിട്ട് ചെയ്തിരിക്കണത്. അപ്പോൾ ഇഡ്ഡലി എല്ലാം ഉഷാറായിരുന്നു. പിന്നെ ഞാൻ ഇതിലേക്ക് സോഡയോ ഒന്നും ചേർക്കാതെ തന്നെ ഇഡ്ഡലി ഉഷാറാക്കിയിട്ട് ചുട്ടെടുത്തത്. കണ്ടില്ല, ഇത് നല്ല കഴുകിയിട്ടുണ്ട്. നമുക്ക് റേഷൻ കട എന്ത് പച്ചരിയാണ്, അതുകൊണ്ട് തന്നെ ഏത് അരിയാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് കഴുകണം. അപ്പോൾ ചെറിയൊരു ചുടുവെള്ളം കൂടി ഒഴിച്ച് കഴുകിയെടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ വെള്ളത്തോട് കൂടിയിട്ടാണ് അരച്ചെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയും കഴുകിയെടുക്കുന്നത്. അപ്പോൾ അത് മത്തനൊക്കെ വെന്തതിൻ്റെ ശേഷം എന്തെയ്ക്കുക തേങ്ങയും കൂടി അരച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും കാണിച്ചിട്ടില്ല. തേങ്ങയൊക്കെ നമ്മൾ ഇപ്പോൾ കൂടിയൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം ചോറുന്നാൻ നേരത്താണ് അത് ചെയ്തത്. അപ്പോൾ തേങ്ങയൊക്കെ നമ്മൾ ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും കൂടി അരച്ച് ഇപ്പോൾ ഒരു പച്ചമുളകും കൂടി ചേർത്തുകൊണ്ട് അരച്ചെടുത്തോട്ടെ. ചെറിയൊരു എരിവ് കുറഞ്ഞൊരു പച്ചമുളക് കിട്ടും. അപ്പോൾ ഒരു പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ശേഷം ഇതിലേക്ക് കടുകൊക്കെ പൊട്ടിച്ച് കറിവേപ്പിലയും മുളകും കൂടി ഇട്ടുകൊണ്ടത് താളിപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ മത്തനെരിശ്ശേരി വട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉടക്കാതെ വേണമെന്നുണ്ടെങ്കിലും അങ്ങനെ ഉണ്ടാക്കാം. മൺപയറൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കട്ടെ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ഇവിടെ ചെയ്തതുള്ളൂ. അപ്പോൾ ചോറൊക്കെ കഴിക്കുകയാണ്. നമ്മളെല്ലാവരും കഴിഞ്ഞതിന് ശേഷം അത് ചോറൊക്കെ കഴിക്കണം. അപ്പോൾ ഉണക്കൽ പൊരിച്ചിന്ന് പപ്പടം പൊരിച്ചിന്ന് പിന്നെ മത്തനുണ്ടല്ലോ ഇതൊക്കെ അടിപൊളിയായിട്ട് തൈരുണ്ട്. അപ്പോൾ സാമ്പാർ ഇതൊക്കെ ആയാൽ തന്നെ ഊണ് ഉഷാറാണ് ഇവിടെ എല്ലാവർക്കും. പിന്നെ എനിക്ക് ഈ സാമ്പാറിനെക്കാട്ടി കൂടുതൽ ഇഷ്ടം മീൻ കറിയൊക്കെ തന്നെയാണ്. എന്നാലും ഇടയ്ക്ക് സാമ്പാറാകുമ്പോൾ ഇഷ്ടമാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ വൈകുന്നേരത്തെ ഒരു ചായക്കടി ഉണ്ടാക്കിയിരുന്നത് ഗോതമ്പ് പൊടി അതുപോലെ തേങ്ങയും ശർക്കരയൊക്കെ ചേർത്തുങ്ങാണ്ട്. അപ്പോൾ അതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചുകൊണ്ട് കുറച്ച് ഭാഗം മാത്രമായിട്ട് കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിങ്ങനെ എണ്ണയൊക്കെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങയും ശർക്കരയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അടിപൊളി എന്നിട്ട് അപ്പോൾ ചെറിയ പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് കണ്ട് മൊരിപ്പിച്ചിട്ട് തീയൊക്കെ ഒന്ന് കുറച്ചിട്ട് വേവിച്ചെടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉഷാറാണ്. പിന്നെ മോള് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കാനും ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്ബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.